ഇതുപോലത്തെ ഒരു ഇല എടുക്കാനുണ്ടാവും. എന്നാൽ വേഗം വായോ, നമുക്ക് കിടുക്കാച്ചൊരു ഹാങ്ങിങ് ക്രാഫ്റ്റ് ഉണ്ടാക്കിയാലോ. അതിനായിട്ട് കുറച്ച് ക്ലേ മാത്രമേ വേണ്ടൂ കേട്ടോ. അപ്പോൾ ക്ലേ ഇതുപോലെ നീളത്തിൽ അങ്ങ് പരത്തിയെടുക്കുക. എൻ്റേത് കുറച്ചൊന്ന് കട്ടിയായിപ്പോയി, അതുകൊണ്ടാണ് ആ ക്രാക്കൊക്കെ വരുന്നത് തോന്നുന്നു. ശരിക്കും അങ്ങോട്ട് മൂടി വെക്കണം കേട്ടോ. ക്ലേ ഒക്കെ എടുത്താൽ ക്ലേ നീളത്തിൽ ഇതുപോലെ പരത്തിയെടുത്തിട്ട് ഇല അതിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ കത്തി തന്നെ വേണ്ട, എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഇതുപോലെ സൈഡ് നന്നായിട്ട് വെട്ടിക്കൊടുക്കുക ഇലയുടെ ഷേപ്പിൽ. എന്നിട്ട് ആ ഇല അങ്ങോട്ട് എടുത്ത് കളയാം. എൻ്റെ ഇല കുറച്ച് കണ്ടായിനി, പക്ഷെ കുഴപ്പമില്ല. അപ്പം നമ്മുടെ ഇലയുടെ ഷേപ്പ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാണെന്ന് എടുത്തിട്ട് ഞാനിതാ ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വെള്ളം തൊട്ടിട്ട് ആ സൈഡൊക്കെ മുരുമുരുണ്ട്, അതൊന്ന് മിനുസപ്പെടുത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഒരു ഹോൾ ഇടണം, നമുക്ക് തൂക്കി കൊടുക്കണ്ടേ. അതിനായിട്ട് ഞാൻ ഇതുപോലത്തെ ഈ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റിക്ക് വെച്ചിട്ട് മുകളിൽ ഒന്ന് കുത്തി കൊടുക്കുക. നന്നായിട്ട് വലിയ ഹോൾ തന്നെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ആദ്യം ഡയറക്റ്റ് ഇട്ടത് അത്ര വലിയ ഹോളായില്ല. ഇത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഇഷ്ടമില്ല കളർ അടിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഡാർക്ക് ഗ്രീൻ കളർ തന്നെ അടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇത് അടിച്ചതിന് ശേഷം നമുക്കൊരു ബോട്ടിൽ വേണം. അത് നമുക്ക് താഴെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഇത് മുന്നേ ചെയ്തിട്ടുള്ളൊരു ബോട്ടിലാണ്. ഇത് ഞാൻ ഫ്ലെക്സ് ക്യൂക്ക് വെച്ചിട്ട് അങ്ങ് ഒട്ടിച്ചു കൊടുക്കുവാണ് കേട്ടോ. കുറച്ച് സമയം അവിടെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചാൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് ഒട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സെൻറ്ററിലേക്ക് കൂടി ഞാനൊന്ന് കട്ടിക്ക് ലൈൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ലൈൻസൊക്കെ ഒന്ന് തെളിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം ഇങ്ങനെ കിട്ടുവേ. ഇനി ഇതിലേക്ക് ഞാൻ വാർണിഷ് അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് സ്പ്രേ ആയതുകൊണ്ട് ഞാൻ പുറത്തുനിന്ന് അടിച്ചു കൊടുത്തേ കേട്ടോ. വാർണിഷ് കൂടി അടിച്ചു കൊടുത്തിട്ടാകുമ്പം നമ്മുടെ സാധനയുടെ ഓക്കെ ആയിന്. ഇനി ഞാനിത് ഡയറക്റ്റ് ആണിയിലേക്ക് തൂക്കാൻ നോക്കിയപ്പം ആ ഹോൾ അത്ര അങ്ങോട്ട് ഓക്കെ അല്ല കേട്ടോ. കയറുന്നില്ല, കുഞ്ഞി ആണിയായിരിക്കണം. വീട്ടിലുള്ളതെല്ലാം ചക്കപ്പോത്താണിയാണ്. അതുകൊണ്ട് ഞാനതിലേക്ക് ഈ കാണുന്ന ജൂട്ട് ത്രെഡ് അങ്ങ് കെട്ടിക്കൊടുത്തു. വലിയ ഹോളാണെങ്കിൽ ഡയറക്റ്റ് നമുക്ക് തൂക്കിയിടായിരുന്നു അല്ലേ. പോയ ബുദ്ധി ആന വലിച്ചാലും വരില്ലല്ലോ, നമുക്കിത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ തൂക്കിയിട്ട് കൊടുത്താൽ ഇതുപോലെ ഉണ്ടാവും. ഇനി ഇതിലേക്ക് വെക്കാൻ ഞാൻ മുന്നേ ഉണ്ടാക്കിയ കുറച്ച് ഫ്ലവേഴ്സ് പോലത്തെ സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ട്, വെറുതെ ഒരു ഫോർമാലിറ്റിക്ക്. അപ്പം എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ?